അതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിലേക്ക് എത്തിയിരിക്കുന്നു. രാഹുൽ എത്തുമ്പോൾ ഉണ്ടാകാനിടയുള്ള പ്രതിഷേധം അത് നമ്മൾ നേരത്തെ തന്നെ അതിനെക്കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇന്നത്തെ സഭയിൽ കൂടുതൽ സഭാ നടപടികളിലേക്ക് സഭ പോകുന്നില്ല. അനുശോചനം രേഖപ്പെടുത്തി സഭ ഇന്നത്തേക്ക് പിരിയുകയാണ്. അതുകൊണ്ട് ഡാൻ സൂചിപ്പിച്ചതുപോലെ ഒരു പ്രതിഷേധം സഭയ്ക്കുള്ളിൽ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. അതേസമയം അത് തള്ളിക്കളയാനുമാകില്ല. ഡാൻ, രാഹുൽ സഭയിലേക്ക് എത്തുമ്പോൾ എന്ത് സംഭവിക്കും എന്നുള്ളത് ഉറ്റുനോക്കുകയായിരുന്നു രാഷ്ട്രീയ കേരളം. കാരണം അത്രത്തോളം വലിയ ആരോപണം രാഹുലിനെതിരെ നിലനിൽക്കുന്ന പശ്ചാത്തലമുണ്ട്. അതിൽ എന്ത് നടപടി ഉണ്ടാകും എന്ന രീതിയിൽ MLA സ്ഥാനം രാജിവെക്കുമോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഉറ്റുനോക്കുകയായിരുന്നു ജനങ്ങൾ. രാഹുൽ സഭയിലേക്ക് എത്താൻ രാഹുലിന് ഏറ്റവും പറ്റിയ ദിവസവും ഇന്നാണ് എന്ന് പറയാൻ വേണമെങ്കിൽ, അല്ലേ ഡാൻ? കാരണം ഇന്ന് സഭയിൽ കൂടുതൽ നടപടികളൊന്നുമില്ല. അനുശോചനം രേഖപ്പെടുത്തുന്നതിനിടയിൽ ഭരണപക്ഷ അംഗങ്ങളുടെ ഭാഗത്തുനിന്നൊരു പ്രതിഷേധം കൂടുതലായി പ്രതീക്ഷിക്കേണ്ടതുമില്ല. അതായത് ഇന്ന് മറ്റ് സഭാ നടപടിക്രമങ്ങൾ ഒന്നും ഇല്ലാത്തതിനാൽ ഭരണ പ്രതിപക്ഷങ്ങൾ നേർക്കുന്ന ഏറ്റുമുട്ടാനുള്ള ഒരു സാധ്യതകളുമില്ല. അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇന്നും ഉണ്ടാകത്തില്ല. അങ്ങനെയുള്ള സ്വാഭാവികമായ നടപടിക്രമങ്ങൾ നാളെ രാവിലെ മുതൽ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇന്ന് രാഹുൽ സഭയിൽ എത്തിയിരിക്കുന്നത് എന്തിനാണ് എന്നതിന്റെ കാര്യത്തിൽ സംബന്ധിച്ച് വരെ ചില അഭ്യൂഹങ്ങൾ പരക്കുന്നുണ്ടായിരുന്നു. ഒരുപക്ഷെ രാഹുൽ അവധി അപേക്ഷ നൽകിയേക്കും എന്ന സൂചനകളൊക്കെ കോൺഗ്രസ് കേന്ദ്രങ്ങളിൽ നിന്ന് ഒരു വിഭാഗം പങ്കുവെക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അത്തരം വിവരങ്ങളൊന്നും അത്തരം കാര്യങ്ങളൊന്നും ഇതുവരെ സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. അങ്ങനെ അവധി അപേക്ഷ നൽകിയതായോ മറ്റെന്തെങ്കിലും നടപടികളിലേക്ക് കടന്നതായിട്ടുള്ള ഒരു സൂചനകളുമില്ല. അങ്ങനെയെങ്കിൽ തുടർ നീക്കങ്ങൾ എന്താകും എന്നതാണ് ഏറ്റവും ശ്രദ്ധയോടെ ആകാംക്ഷയോടെ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. നമുക്കറിയാം, UDFന്റെ ബ്ലോക്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ഇരിപ്പിടം ഉണ്ടായിരിക്കില്ല എന്ന് കഴിഞ്ഞ ദിവസം തന്നെ വ്യക്തമായതായിരുന്നു. സ്പീക്കർ എൻ ഷംസീറിന് പ്രതിപക്ഷ നേതാവും പാർലമെന്ററി പാർട്ടി ലീഡറുമായ VD സതീശൻ കത്ത് കൈമാറിയതോടെയാണ് UDF പാനലിൽ അല്ലെങ്കിൽ UDF ബ്ലോക്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇരിക്കുന്നതിനുള്ള അവസരം നിഷേധിക്കപ്പെട്ടത്. അങ്ങനെയെങ്കിൽ പ്രത്യേക ഇരിപ്പിടത്തിലായിരിക്കും രാഹുൽ സഭയിൽ ഇരിക്കുക. അത് കൃത്യമായി PV അൻവറിന് വേണ്ടി നേരത്തെ PV അൻവർ ഇരുന്ന അതേ സ്ഥലത്ത് അതേ ബ്ലോക്കിലാണ് രാഹുൽ മാങ്കൂട്ടത്തിലും സഭയിൽ ഇരിപ്പിടം ഒരുങ്ങിയിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ ഈ അനുശോചന സമ്മേളനത്തിന് ശേഷം ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടലുകൾ, എന്തെങ്കിലും തരത്തിലുള്ള പ്രതികരണങ്ങൾ മുതിർന്ന നേതാക്കളുടെ ഭാഗത്തുനിന്നോ രാഹുലിന്റെ ഭാഗത്തുനിന്ന് ഇനി ഉണ്ടാകുമോ എന്നതാണ് അറിയാനുള്ളത്. എവരും ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നതും അതേ കാര്യങ്ങൾക്ക് വേണ്ടി തന്നെയാണ്. അതാണ് ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഡാൻ, ഭരണപക്ഷത്തെ സംബന്ധിച്ചും പ്രതിപക്ഷത്തെ സംബന്ധിച്ചും ജനങ്ങൾ ഉറ്റുനോക്കുന്ന ഒരു സമയമാണിത്. കാരണം തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുന്ന ഒരു സമയത്ത് ഇത്തരത്തിൽ ആരോപണ വിധേയനായ ഒരാളെ എങ്ങനെയാണ് കോൺഗ്രസ് അയാളെ പിന്തുണയ്ക്കുന്നത് അല്ലെങ്കിൽ അയാൾക്കെതിരെ നടപടിയെടുക്കുന്നതോ എന്ന കാര്യത്തിലൊക്കെ ജനങ്ങൾ നോക്കിയിരിക്കുന്ന ഒരു സമയം കൂടിയാണിത്. ഒപ്പം എങ്ങനെയാണ് ഇത്തരത്തിൽ ആരോപണ വിധേയനായ ഒരാൾ എത്തുമ്പോൾ ഭരണപക്ഷം പ്രതിപക്ഷത്തിനെതിരെ ഉയർത്തുന്ന പ്രതിഷേധങ്ങളടക്കം അവിടെയും ഒരു ജനങ്ങളുടെ വിലയിരുത്തൽ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ രണ്ട് വിഭാഗത്തിനും വളരെ ക്രൂഷ്യലായ ഒരു ഘട്ടം കൂടിയാണിത് നിയമസഭയിൽ. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ പറയേണ്ടി വരും. കാരണം സമീപകാലത്തൊന്നും കേരള രാഷ്ട്രീയം ഇങ്ങനെയൊരു വിവാദം, സമാനതകളില്ലാത്ത ഒരു വിവാദം ചർച്ച ചെയ്യേണ്ടി വന്നിട്ടില്ല. സാധാരണയായി ഏതെങ്കിലും ഒരു മുന്നണിയിലെ MLAക്കെതിരെ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കപ്പെടുമ്പോൾ മറുഭാഗത്തു നിന്നാണ് വിമർശനങ്ങൾ ഉയരുകയും പ്രതിഷേധങ്ങൾ ഘടിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നത്. പക്ഷേ സ്വന്തം പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ആ പാർട്ടിയുടെ പാർലമെന്ററി പാർട്ടി നേതാവ് തന്നെ ആ ഉറച്ച നിലപാടുമായി കൃത്യമായ നിലപാടെടുത്തുകൊണ്ട് രംഗത്തെത്തുകയും ഇത് അംഗീകരിക്കാനാവില്ല എന്നൊരു നിലപാടിലേക്ക് എത്തുകയും ബാക്കി പാർട്ടി നേതൃത്വം മുഴുവൻ ആ നിലപാട് അംഗീകരിക്കേണ്ടി വരികയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയതോടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ കാര്യങ്ങൾ മാറിമറിഞ്ഞത്. അവിടെയാണ് കോൺഗ്രസ് നേതൃത്വം തന്നെ വളരെ വ്യത്യസ്തമായ ഒരു നിലപാടാണ് ഇങ്ങനെയൊരു വിഷയത്തിൽ പാർട്ടിയുടേതെന്ന് പരസ്യമായി തന്നെ പ്രതികരിച്ചുകൊണ്ട് രാഹുലിനെതിരെ ഔദ്യോഗികമായ പരാതികളൊന്നും പോലീസിന് മുമ്പിൽ ലഭിക്കുന്നതിന് മുമ്പ് തന്നെ കർശനമായ നടപടിയുടെ ഭാഗമായി യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് രാജിവെക്കാനുള്ള നിർദ്ദേശം നൽകിയതും അതിന് പിന്നാലെ പാർട്ടിയിൽ നിന്ന് തന്നെ അനിശ്ചിതകാലത്തേക്ക് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും തുടർ നീക്കങ്ങൾ ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. രാഹുൽ സഭയിലെത്തിയിരിക്കുന്നത് തുടർന്ന് സഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിന്റെ ഭാഗമായാണോ അതോ എന്തെങ്കിലും മറ്റ് രാഷ്ട്രീയ നീക്കങ്ങളുടെ ഭാഗമായാണോ എന്നതിൽ അടക്കം ഇപ്പോഴും അവ്യക്തത തുടരുന്നുണ്ട്. വൈകാതെ അക്കാര്യത്തിലൊരു സ്ഥിരീകരണം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്.
അതാണ് ഡാനി, രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിലേക്ക് എത്തുന്നതിൽ തന്നെ കോൺഗ്രസിൽ തന്നെ രണ്ട് പക്ഷക്കാരുണ്ടായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം വി ഡി സതീശൻ പറഞ്ഞത് അദ്ദേഹം അങ്ങോട്ടേക്ക് എത്താതിരിക്കുന്നതായിരിക്കും നല്ലത് എന്ന രീതിയിലുള്ള അഭിപ്രായമാണല്ലോ പ്രതിപക്ഷ നേതാവിനുള്ളത്. ആ തീരുമാനത്തെ അല്ലെങ്കിൽ ആ ആഗ്രഹത്തെ അവഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ രാഹുൽ എത്തിയിരിക്കുന്നത്. രാഹുൽ എന്തിനെത്തി എന്നുള്ള കാര്യത്തിൽ നേരത്തെ ഡാൻ പറഞ്ഞതുപോലെ അത് കൃത്യമായ വിവരങ്ങൾ നമുക്ക് ലഭ്യമല്ല. അതിലേക്ക് കൂടുതൽ സമയം വേണ്ടിവരും. അതായത് പ്രതിപക്ഷ നേതാവും KPCC അധ്യക്ഷനും മുതിർന്ന നേതാവുമായ സണ്ണി ജോസഫ് ഉൾപ്പെടെയുള്ളവരും ഈ വിഷയത്തിൽ സമാന നിലപാടിലായിരുന്നുവെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. അങ്ങനെയെങ്കിൽ മുതിർന്ന നേതാക്കളുടെ താല്പര്യം മറികടന്നുകൊണ്ട് രാഹുൽ സഭയിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അതിന് കൃത്യമായ ഒരു കാരണമുണ്ട് എന്ന് തന്നെയാണ് ഒരു വിഭാഗം നേതാക്കൾ ഇപ്പോഴും നൽകുന്ന സൂചന. അങ്ങനെയെങ്കിൽ അവധി അപേക്ഷ നൽകുകയോ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഒരു നീക്കം രാഹുലിന്റെ ഭാഗത്തുനിന്നുണ്ടായാലും അത്ഭുതപ്പെടാനില്ല. അങ്ങനെ ഒരു നീക്കത്തിനുള്ള സാധ്യത തള്ളിക്കളയാനുമാവില്ല. അതുകൊണ്ട് തന്നെ ഒരു മണിക്കൂറിനകം ഈ കാര്യത്തിലൊരു വ്യക്തത കൈവരും എന്ന് തന്നെയാണ് കോൺഗ്രസ് നേതാക്കൾ അടക്കം നൽകുന്ന സൂചന. ശരി, രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിലേക്ക് എത്തിയിരിക്കുകയാണ്. 9:20 രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിലേക്ക് എത്തിയിരിക്കുന്നത്. സുഹൃത്തുക്കൾക്കൊപ്പമാണ് രാഹുൽ സഭയിലെത്തിയത്. ഇന്നിപ്പോൾ മറ്റ് സഭാ നടപടികളില്ല. ഇന്ന് അന്തരിച്ച അംഗങ്ങൾക്കുള്ള VS അച്യുതാനന്ദൻ അടക്കമുള്ള ആളുകൾക്ക് ഉള്ള അനുശോചനത്തിന് ശേഷം സഭ പിരിയും. അതുകൊണ്ട് തന്നെ ഒരു വലിയ പ്രതിഷേധത്തിനുള്ള സാധ്യത അത് ഇപ്പോൾ കാണുന്നില്ല. അതേസമയം അത് തള്ളിക്കളയാനും സാധിക്കില്ല. ഇനിയും 10 ദിവസം സഭ ഉണ്ട്. അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ പ്രതിഷേധം ശക്തമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതേസമയം ഇന്ന് രാഹുലിന് സഭയിലേക്ക് എത്താൻ ഏറ്റവും അനുയോജ്യമായൊരു ദിവസം എന്ന രീതിയിൽ തന്നെയാണ് രാഹുൽ ഇന്ന് എത്തിയിരിക്കുന്നതെന്ന് മനസ്സിലാക്കണം. സഭ ചേർന്ന് അല്പസമയം കഴിഞ്ഞാണ് രാഹുൽ സഭയിലേക്ക് എത്തിയത് എന്നതും ശ്രദ്ധേയമാണ്. ഇപ്പോൾ സഭയിൽ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള ആളുകൾ സംസാരിക്കുന്നു. അനുശോചന ആണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ മറ്റ് സഭാ നടപടികൾക്ക് ഇന്ന് സഭാ നടപടികൾ ഇന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു വലിയ പ്രതിഷേധത്തിലേക്ക്, സഭയ്ക്കുള്ളിൽ ഒരു വലിയ പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ പോകുമെന്ന് നമ്മൾ കരുതുന്നില്ല. രാഹുലിന് പ്രത്യേക ബ്ലോക്ക് ഒരുക്കിയിട്ടുണ്ട്. അവിടെയാകും രാഹുൽ ഇരിക്കുക എന്നാണ് അറിയുന്നത്. എന്തായാലും വരും മണിക്കൂറിൽ ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് നിയമസഭയിൽ സംസാരിക്കുകയാണ്. ഓർമ്മകൾക്ക് മുന്നിൽ ഞാൻ നിറഞ്ഞ ആദരവുകൾ അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കും. സാർ, അങ്ങും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും സൂചിപ്പിച്ച പോലെ സാവ് VS കേരള രാഷ്ട്രീയത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത സംഭാവന നൽകിയ നേതാവായിരുന്നു. സാർ, ചില കാലങ്ങളിൽ ജീവിച്ചിരിക്കുന്നത് കൊണ്ട് മാത്രം ചരിത്രമാകുന്ന ജനതകളുണ്ട്. ചില വ്യക്തികൾ ജീവിച്ചിരിക്കുന്നു എന്നതാകാം ചിലപ്പോഴൊക്കെ ചില സതീശ്